welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഐ മേക്കപ്സ് ആണ്, സ്മോക്കി ഐ മേക്കപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഫീസ് സ്മോക്കി ഐ മേക്കപ്പ്, രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ക്ലാസിക് സ്മോക്കി ഐ മേക്കപ്പ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് വേറെ മേക്കപ്പ് ഞാൻ ക്രീമും പൗഡർ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഞാൻ യൂസ് ചെയ്യുന്നത് റെവ്ലോണിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. 250 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. അപ്പോൾ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. മുഖമൊക്കെ വാഷ് ചെയ്തു, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളൊരു ഫേസ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഫേസ് ക്രീം അപ്ലൈ ചെയ്യാം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഐ മേക്കപ്പിന് മുമ്പ് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് കണ്ണിന് ചുറ്റിനും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ കാജൽ സ്റ്റിക്ക് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡാർക്കായിട്ട് കിട്ടില്ല. കുറച്ച് ഡാർക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണിന് ചുറ്റിനും പ്രത്യേകം ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ കാജൽ സ്റ്റിക്കാണ്. നമ്മൾ ഈ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് വരച്ചു കൊടുക്കുക. ഒരു മിഡിലിൽ നിന്ന് സൈഡിലോട്ട് വരച്ചു കൊടുക്കുക. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് സാധാരണ നമ്മൾ ഐലൈനർ വരയ്ക്കുന്ന പോലെ വരയ്ക്കരുത്. ഇങ്ങനെ മിഡിലിൽ നിന്ന് ഒരു 3/4 ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ക്യൂട്ടിപ്പ് എടുത്തിട്ട് ഇല്ലെങ്കിൽ കോട്ടൺ ബഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മേളിത്തെ ലെയർ ഫോക്കസ് ചെയ്യുക. മേളിത്തെ ലൈൻ ആയിരിക്കണം ലൈറ്റ് ഷെയ്ഡ് ആവേണ്ടത്, താഴത്തത് ഡാർക്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സ്മോക്കി ലുക്ക് വരുള്ളൂ. നമ്മൾ ഈ ബഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഈ കാജൽ സ്റ്റിക്ക് വെച്ച് വരയ്ക്കാത്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴത്തെ കണ്ണിൻ്റെ താഴത്തെ ഉള്ളിലത്തെ ഭാഗം നന്നായിട്ട് മിഡിൽ ടു എൻഡ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫുള്ള് വരയ്ക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ താഴെ അതിൻ്റെ തന്നെ താഴെ സ്കിന്നിലും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ മാത്രമേ ഒരു സ്മോക്കി ലുക്ക് വരുള്ളൂ. ഇനി ഞാൻ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലും മേലെയും താഴെ ഒന്നും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്മോക്കി ഓഫീസ് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ് ഇത്. നമ്മൾ ജസ്റ്റ് ക്യൂട്ടിപ്പും കാജൽ സ്റ്റിക്കും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ക്ലാസിക് സ്മോക്കി ഐ മേക്കപ്പിലോട്ട് പോവാം. ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ലൈൻ്റെ മേലിൽ കൂടെ നല്ല കട്ടിക്ക് കുറച്ച് മേളി വരെ നല്ല ഡാർക്കായിട്ട് വരച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ഒരു ലൈൻ വരില്ല, ആ ഒരു ലൈൻ വരെ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ലുക്കായി പോവും. അതുകൊണ്ട് ആ ഒരു ലൈന് ടാർഗറ്റ് ചെയ്തിട്ട് അവിടം വരെ മാത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ക്യൂട്ടിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡിലേക്ക് നമ്മൾ വരയ്ക്കാത്ത സ്ഥലത്തേക്കൊക്കെ നന്നായിട്ട് ക്യൂട്ടിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കണ്ണിൻ്റെ ഷേപ്പ് വരേണ്ട, ആ ഒരു ആർച്ച് ഷേപ്പ് വരേണ്ട കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ക്യൂട്ടിപ്പ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് വരുത്തേണ്ടത്. നിങ്ങൾക്കിവിടെ ഈ ഒരു ക്ലാസിക് ലുക്ക് വന്നിട്ട് ഒരു പാർട്ടി ലുക്കിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐ ഷാഡോ ഒന്ന് മേലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഡാർക്ക് റെഡോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ ഡാർക്ക് റെഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഐ ഷാഡോ അല്ല, ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഷിമ്മറിങ് ആയിട്ടുള്ള ഐ ഷാഡോ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.